ഹായ് ഓൾ, ഡോക്ടർ ഡാനിസ് സലീമാണ്. ഇന്നത്തെ കാലത്ത് പല സ്ത്രീകളെയും അതുപോലെ ചെറിയ കുട്ടികളെ വരെ അലട്ടുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് PCOD അല്ലെങ്കിൽ PCOS. തെറ്റായ ജീവിതശൈലി കാരണം, അതുപോലെ ചില ജനിതക കാരണങ്ങൾ കാരണം, ചില മാനസിക സമ്മർദ്ദം കൊണ്ട് തന്നെ ഈ PCOD കൂടാറുണ്ട്. ഈ PCOD അത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ കൂടുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് എൻ്റെ ഒരു ഡയറ്റ് പ്ലാനൊക്കെ പറഞ്ഞുതരാം. ഇതൊരു മെറ്റബോളിക് സിൻഡ്രോം ആണെന്ന് തന്നെ പറയാം. ലോകത്ത് ഏകദേശം 10 ലക്ഷത്തോളം ആളുകളിൽ കൂടുതൽ PCOD കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഓവറി പൂർണ്ണ വളർച്ച എത്തുന്നില്ല, ഏറെ അണ്ടങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്നില്ല. അതിനു മുമ്പ് തന്നെ അണ്ടങ്ങളെ പുറപ്പെടുവിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്കാനൊക്കെ ചെയ്ത് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അണ്ടാശയത്തിൻ്റെ വശങ്ങളിൽ ചില മുത്തുമണി പോലെ തരിതരിയായിട്ട് പൂർണ്ണ വളർച്ച എത്താത്ത അണ്ടങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് വിളിക്കുന്ന നെക്ലേസ് പാറ്റേൺ എന്നൊക്കെ പറയും. അപ്പോൾ അത്രമാത്രം പൂർണ്ണമായിട്ട് വളർച്ചയിലെത്തുന്നില്ല. വളർച്ച എത്താത്തത് കൊണ്ട് തന്നെ മാസത്തിൽ നടക്കേണ്ട അണ്ടവിസർജനം അല്ലെങ്കിൽ ഓവുലേഷൻ ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. അതിനാൽ ഈ അവസ്ഥയുള്ള പെൺകുട്ടികൾക്ക് ഈ ആർത്തവ ക്രമക്കേടുണ്ടാവും, അതുപോലെ തന്നെ വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നല്ലൊരു ഭക്ഷണശൈലി ഉണ്ടെങ്കിൽ തന്നെ ഈ PCOD നല്ലവണ്ണം നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഇതിനോടൊപ്പം ചികിത്സ എടുക്കണം. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് നമ്മൾ പിന്തുടരേണ്ടത്. പഴങ്ങൾ കഴിക്കുന്നത് PCODക്ക് വളരെ നല്ലൊരു ഗുണമാണ്. അതുപോലെ നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ നറുക്ക് ഗോതമ്പ്, മുഴുഗോതമ്പ്, വോൾ വീറ്റ്, ഓട്സ്, സ്റ്റീൽ കട്ട്സ് ആണ് നല്ലത്, മത്സ്യം തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പച്ചക്കറികളും പച്ചയ്ക്ക് ദിവസം ഒരു 3-4 ഒരു സാലഡായിട്ട് ഒരു പാത്രത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പച്ചക്കറിയും കഴിക്കാം, അതുപോലെ പഴങ്ങളും കഴിക്കാം. മധുരമുള്ള പഴങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ ചക്ക, മാമ്പഴം പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കി ബാക്കി പഴങ്ങളെല്ലാം കഴിക്കാവുന്നതാണ്. ഇതിൽ ധാരാളം വൈറ്റമിനുണ്ട്, ധാതുക്കളുണ്ട്, ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ വണ്ണവും കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യായാമം ചെയ്യുന്നത് നമ്മുടെ കഴിക്കുന്ന ആഹാരം നമ്മുടെ ദേഹത്ത് ആവശ്യമുള്ളത് മാത്രം പിടിക്കുകയും ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് എനർജി പുറത്തോട്ട് പോകുമ്പോൾ ആ ഇംബാലൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടം, സൈക്ലിംഗ്, നീന്തലൊക്കെ വളരെ നല്ലതാണ്. ഉറക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകൾക്കും അറിയില്ല. 6 മുതൽ 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിരിക്കണം. മിനിമം ഇതൊരു പ്രധാന കാര്യമാണ്. കാരണം നമ്മൾ ഉറങ്ങാത്ത ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും അത് അങ്ങനെയുള്ള ആളുകളിൽ PCOD കൂടുക, ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറക്കം ഒരു പ്രധാന കാര്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം ഉറക്കമില്ലായ്മയാണ്. മധുരം അടങ്ങിയതും മൈദ അടങ്ങിയതും കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുക. ഈ രീതിയിൽ നമ്മളൊന്ന് ചിട്ട അടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ഹാബിറ്റ് ശരിയാവും. പിന്നെ ഒരു 4-5 മാസം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് PCOD നല്ലവണ്ണം വ്യത്യാസം വരും.